ഹലോ ഫ്രണ്ട്സ്, റിതു സച്ചു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തി, പൊറോട്ട, ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയും പോകുന്ന നല്ലൊരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ചിക്കൻ കറിക്ക് വേണ്ടി ഞാൻ ഏകദേശം 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 സവാള അരിഞ്ഞത്, ഒരു തക്കാളി, പിന്നെ കുറച്ച് മല്ലിയില, ഒരു അരമുറി തേങ്ങ ചിരവിയതും നമുക്ക് ഈ കറിക്ക് ആവശ്യമാണ്. ഞാനിവിടെ കുക്കറിലാണ് കറി വയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും 3 സവാള മുറിച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മളിത് നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം അടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം. ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് അതും അതുപോലെ തന്നെ നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി വഴറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയമാവും. അപ്പോൾ അതുവരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് നന്നായി അതും ഉള്ളിയോടൊപ്പം തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേണം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാനായിട്ട്. ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ചിക്കനിലേക്ക് വേണ്ട പൊടികളെല്ലാം ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊടികളെല്ലാം ഇടുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു 1 മിനിറ്റ് മതി. അത്രമാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ടത്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി ഇപ്പം ഞാനൊരു 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഇളക്കി കൊടുക്കാം. ഇനി മസാലയിൽ ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മസാലയിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളതുപോലെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വേണം, നമ്മൾ മസാലയിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഏകദേശം ഇനി ഉപ്പ് വേണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഉപ്പിട്ടിട്ട് പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. ഇനി നമ്മുടെ മസാലയും ഉപ്പും എല്ലാം ചിക്കനിലേക്ക് നന്നായി ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. കുക്കറിലാണ് നമ്മൾ ഈ കറി വയ്ക്കുന്നതെങ്കിലും ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ടല്ല ഇത് അടയ്ക്കുന്നത്. കാരണം നമ്മൾ വിസിലൊന്നും അടിക്കുന്നില്ല. പകരം നമ്മൾ സാധാരണ അടപ്പ് വെച്ച് അടച്ചിട്ടാണ് നമ്മുടെ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. വിസിലൊക്കെ വയ്ക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഒക്കെ വെന്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം
മറ്റൊരു അടപ്പ് വെച്ച് അടച്ച് ഇത് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് സമയമായി നമ്മളിപ്പോൾ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എന്തായി എന്നൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെക്കുന്നത് ചിക്കൻ കറി ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചത്. അതുപോലെ തന്നെ ചിക്കൻ വേവുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഏകദേശം അതൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അത് വെന്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വെന്തോന്നൊന്ന് പിടിച്ച് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വെന്തു. ഈ സമയത്ത് നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കൻ ആയതുകൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ പോലും വേണ്ട. അരമുറി തേങ്ങയേക്കാൾ കുറച്ച് കുറവ് തേങ്ങ മാത്രം എടുക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് ചെറിയ ജീരകമാണ്. പെരുംജീരകമല്ല, ചെറിയ ജീരകം. അതുപോലെ കുറച്ച് കുരുമുളകും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഞാനിത് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിലുള്ള ബാക്കിയുള്ള തേങ്ങയും കൂടി ഞാൻ മിക്സ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് എത്രത്തോളം കറി വേണമെന്നതിനനുസരിച്ചിട്ട് അത്യാവശ്യത്തിന് വെള്ളവും കുറച്ച് മല്ലിയിലയും ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഇതൊന്ന് തിളപ്പിച്ചാൽ മതിയാവും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബൈ.